ഇത് നമ്മൾ പുതിയതായിട്ടൊരു കോഴിക്കോട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതതിൻ്റെ പാർട്ട് 1 ആണ്. ഇപ്പം ഇത് അതിന് വേണ്ട സാധനങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത്. ആദ്യം കാണിച്ചത് മെഷും സാധനങ്ങൾ കൊണ്ട് ഇറക്കുന്നതാണ്. പിന്നെ അതിന് വേണ്ട പെയിൻറ്റുകൾ, പിന്നെ കട്ടിങ് ടൂൾസ്, അതിൻ്റെ വെൽഡിങ് മെറ്റീരിയലും സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ സ്ക്രൂകൾ, പിന്നെ ഈ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോക്സിയാണ്. എപ്പോക്സി അതിൻ്റെ ഹാർഡനറും പെയിൻറ്റും, പിന്നെ അതടിക്കേണ്ട ബ്രഷുണ്ട്, റോളറുണ്ട്, പിന്നെ അത് കൂട് ഉറപ്പിക്കാനുള്ള പ്ലേറ്റുകൾ, ഇതൊക്കെയാണ് ഇരിക്കുന്നത്. ഇതാണ് അതിന് നമ്മൾ വാങ്ങിയ കമ്പിയെ. ഇത് ഒരു 3/4 ഇഞ്ചിൻ്റെ 1 ഇഞ്ചിൻ്റെ കമ്പികൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രെയിം ഉണ്ടാക്കാനായിട്ട്. പിന്നെ വാങ്ങിയത് നെറ്റാണ്. നെറ്റ് നമ്മൾ 1:1 1 ഇഞ്ച് മെഷറാണ് വാങ്ങിച്ചത്. അതും അത് കഴിഞ്ഞിട്ട് ഇതിപ്പം നമ്മൾ ഓൾറെഡി ടെറസിന് മുകളിലാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് സാധനങ്ങൾ അളവെടുത്തിട്ട് മുറിച്ചെടുക്കുക. ഫ്രെയിം ഉണ്ടാക്കാൻ ആദ്യം ഈ ഫ്രെയിം ഉണ്ടാക്കാനുള്ള അളവൊക്കെ എടുത്ത് അവരത് വെൽഡ് ചെയ്ത് ചേർക്കുകയാണ്. അത് നമുക്ക് മൊത്തത്തിൽ വേണ്ടത് 2, 4, 6, 8 മെഷ, 8 ഫ്രെയിമാണ്. ഒരു സൈഡിൽ 2 മെഷ്, നീളത്തിൽ 2 മെഷ്, അതിൻ്റെ ഫ്രെയിം, പിന്നെ 2 സൈഡിലും വീതിക്ക് ഓരോന്ന് വെച്ച് മുകളിൽ 2 ഫ്രെയിം. അങ്ങനെയാണ് ഫ്രെയിം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഫ്രെയിം ഉണ്ടാക്കി വെച്ച് അതിനകത്ത് ഈ നെറ്റ് സ്പോട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രെയിമെല്ലാം കൂടെ നേരെ വെച്ച് അത് വെൽഡ് ചെയ്യുകയാണ്, ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ അതിൻ്റെ അളവെടുത്തിട്ട് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ ആദ്യത്തെ നമ്മുടെ കോഴിക്കോട് താഴെയായിരുന്നു. അത് പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ മഴ പെയ്താൽ വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ കോഴികൾ സേഫ് അല്ലായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം ടെറസിന് മുകളിൽ കോഴിക്കോട് ഉണ്ടാക്കുന്നത്. ടെറസിന് മുകളിൽ കോഴിക്കോട് ഉണ്ടാക്കിയത് ഒരു നാച്ചുറൽ എഫക്റ്റാണ് കൊടുക്കുന്നത്. നമ്മൾ മണ്ണാണ് ഇടുന്നത് അതിൻ്റെ തറയായിട്ട്. പിന്നെ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് തൂത്തുവാരി കളയാവുന്നുള്ളൂ. മണ്ണിടും. മണ്ണിനകത്ത് ഉമ്മി അല്ലെങ്കിൽ അറക്കപ്പൊടിയോ എന്തെങ്കിലും ഇടാനാണ് പരിപാടി. അപ്പോൾ ഇതൊരു 2 ദിവസത്തെ വർക്കുണ്ട്. ആദ്യത്തെ ദിവസം 2 പണിക്കാരും പിന്നെ ഞാൻ അവരെ സഹായിക്കാൻ കൂടിയായിരുന്നു. അങ്ങനെ 3 പേര്. രണ്ടാമത്തെ ദിവസം 3 പേരുണ്ടായിരുന്നു. ഇപ്പം രണ്ടാമത്തെ ഫ്രെയിമും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഫ്രെയിം കഴിഞ്ഞ് രണ്ടാമത്തെ ഫ്രെയിമാണ് ഇപ്പം ചെയ്യുന്നത്. ഇത് നമ്മളിപ്പം ഫ്രെയിമേൽ സ്പോട്ട് ചെയ്യാനുള്ള നെറ്റ് കട്ട് ചെയ്യുകയാണ്. ഇതാണ് 1:1 നെറ്റാണിത്. ഇപ്പം കോഴീനെ വളർത്താൻ അതിൻ്റെ കാര്യമുള്ളൂ. തീരെ അരക്കരയുടെ നെറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവർ അതിൻ്റെ അളവെടുത്തിട്ട് അതേ അളവിൽ കട്ട് ചെയ്ത് ഫ്രെയിമെ കൊണ്ട് വെൽഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പാർട്ടായിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊരു മുഴുവൻ ഫ്രെയിമായി കഴിയുമ്പം മാറ്റി വെക്കും. പിന്നെ അതിൽ എപ്പോക്സി അടിക്കും. അത് എപ്പോക്സി ഉണങ്ങി കഴിഞ്ഞിട്ട് ഫ്രെയിം ഫിക്സ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു 280 സ്ക്വയർ ഫീറ്റാണ്
അതിൻ്റെ വലിപ്പം വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഫ്രെയിമിൻ്റെ വെൽഡിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ കമ്പി ഇടവിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഓരോ നെറ്റ് ഇടവിട്ട് നമുക്ക് നല്ല ബലമായിട്ടിരിക്കും അത്. അല്ലെങ്കിൽ ഈ നെറ്റായതുകൊണ്ട് ചിലപ്പം പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അടുപ്പിച്ച് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ എപ്പോക്സി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയയിലാണ് നമ്മൾ കോഴിക്കോട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ലോ ബഡ്ജറ്റ് കോഴിക്കോടല്ല കേട്ടോ, അത് ഓർത്തോണം. അത്യാവശ്യം പൈസ ആയിട്ടുണ്ട് ഇതിന്. അപ്പോൾ അതിനുള്ള അടുത്ത ഫ്രെയിമിനുള്ള സാധനങ്ങൾ ഇത് കമ്പികളും മെഷും എല്ലാം കട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതൊരു 2 ദിവസത്തെ വർക്കാണ്. അതായത് 16 മണിക്കൂറോളമുള്ള വർക്കാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട പാർട്ടുകൾ മാത്രം കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. കാര്യമല്ല, പിന്നെ ഒത്തിരി ടൈം എടുക്കും. ഇതൊക്കെ തന്നെയാണ് പിന്നെ ഉള്ളത് തന്നെ. മെയിനായിട്ട് ഈ വെൽഡിങ്ങും കട്ടിങ്ങും ഈ മെഷ് കട്ട് ചെയ്യുന്നതൊക്കെയാണ്. പിന്നെ ജോയിൻ ചെയ്യുന്നതും ഈ പെയിൻ്റ് അടിക്കുന്നതൊക്കെ അത് ഓരോ പാർട്ടായിട്ട് ഓരോ ഇതായിട്ട് കാണിച്ചു തരാം. പിന്നൊരു കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഇങ്ങനെ വെൽഡിങ് ചെയ്യുവാണെങ്കിൽ നമ്മളതിന് ആദ്യം KSCBയുടെ അപ്രൂവൽ എടുക്കണം. കൺസ്ട്രക്ഷൻ വർക്കിനുള്ള ഒരു അപ്രൂവൽ. നമ്മൾ 3 ദിവസത്തേക്കുള്ളതാണ് എടുത്തത്. 3 ദിവസത്തേക്ക് നമുക്ക് 431 രൂപയാണ് നമ്മളടച്ചത്.